ഈ പത്മജ വേണുഗോപാലിനെ പോലെ MLA-യുടെ മകളായി ജനിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മകളായി വളർന്ന് മുഖ്യമന്ത്രിയുടെ മകളായി വളർന്ന് ആ ലേബിൽ ഇഷ്ടംപോലെ സീറ്റുകളും സ്ഥാനമാനങ്ങളും കിട്ടിയ ആളല്ല ദീപ്തി. KSU യൂണിറ്റിൽ തുടങ്ങിയതാണ്. യൂത്ത് കോൺഗ്രസിലൂടെ മഹിളാ കോൺഗ്രസിലൂടെ ഒക്കെ ഗ്രൗണ്ടിൽ കഷ്ടപ്പെട്ട് പാർട്ടി പ്രവർത്തനം നടത്തി നേതാവായ ആളാണ്. ദീപ്തി ഉമാ തോമസിനെതിരെ വോട്ട് മറിച്ചുവെന്നും വോട്ട് ചെയ്ത് ഉമാ തോമസിനല്ല എന്നും തെളിയിക്കാൻ VVPAT വാട്സാപ്പിൽ അയച്ചു കൊടുത്തു എന്നൊക്കെ ഒരു പവർ ബ്രോക്കർ, അയാളുടെ ക്രെഡിബിലിറ്റി പ്രശ്നമാണ്, ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അയാൾ ഒരു മറയുമില്ലാതെ തുറന്നു പറയുന്നത് ദീപ്തി ഇക്കാലയളവിൽ ഉണ്ടാക്കിയെടുത്തൊരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ കടക്കൽ വെട്ടലാണോ? എന്താണ് മറുനീക്കം ദീപ്തി? നമ്മുടെ പൊതുരാഷ്ട്രീയം, പൊതുജനങ്ങൾ ഇത് ചർച്ച ചെയ്യട്ടെ. കാരണം നമ്മുടെ രാഷ്ട്രീയ രംഗം എത്രത്തോളം മലീമസമാക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതിന്റെ ആശയത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നവരും എന്നെ പോലുള്ള ആളുകളൊക്കെ. പക്ഷേ ഇതിപ്പോൾ അധികാരത്തിന്റെ പേരിലും ഭീഷണിയുടെ പേരിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതരത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ നോക്കുന്ന ഒരു വളരെ ഒരു വൃത്തികെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. അത് ഒരു പരിധിവരെയൊക്കെ കേരളത്തിലും നടക്കുന്നു എന്നുള്ളത് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പത്മജയിലൂടെ കണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനമാണ്. ഇന്നലെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത് എന്നെ കാണാൻ വന്നുവെന്നും എന്നോട് ഇത്തരത്തിലൊരു ഓഫർ വെച്ചു എന്നാണ് പറഞ്ഞത്. അതുവരെ ശരിയായിരുന്നു, ഞാനത് പറയുകയും ചെയ്തു, എന്നോട് വന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, അത് അവിടെ വെച്ച് അവസാനിച്ചു എന്ന് ഞാനല്ല പറഞ്ഞത്, ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അദ്ദേഹം ഇന്ന് P. രാജീവിനെതിരെ അദ്ദേഹം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെതിരെ ഞാൻ മറുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ എന്റെ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത് എനിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ദീപ്തി പറയുന്നത് എന്ന് P. രാജീവ് എന്ന ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പഴയകാല 89 മുതലുള്ള പൊളിറ്റിക്കൽ സ്പേസും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു കാര്യമാണ് പറയുന്നത്. എന്റെ പ്രസ്ഥാനത്തെയും എന്റെയും പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിന്റെ അകത്ത് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ശരിയാണ്. ഇപ്പൊ തൃക്കാക്കരയിൽ താങ്കൾക്ക് സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റും കാണുന്ന ആളല്ല ഞാൻ. താങ്കൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിൽ കൂടിയും സീറ്റ് നൽകിയില്ല എന്ന് പറയുമ്പോഴേക്കും പാർട്ടിക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് പാരവെക്കാൻ നോക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ ഗണത്തിലേക്ക് ഈ ദല്ലാൽ നന്ദകുമാർ താങ്കളെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതിന് മറുപടി പറഞ്ഞു പോകണം ദീപ്തി. അതാണ് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. 25,000 ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ, ഞങ്ങൾ ഏറ്റവും ആഹ്ലാദത്തോടെ കാണുന്ന ഒരു വിജയമായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും വന്ന് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് പോലും 25,000 ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ് എന്നുള്ളതിന്റെ അകത്ത് ഒരു സംശയവും വേണ്ട. എന്നെ പോലെ അവിടെ യോഗ്യതയുള്ള മറ്റാളുകളുമുണ്ട്, ഞാൻ മാത്രമല്ല. അവിടെ യോഗ്യതയുണ്ടായിരുന്നവർ, മറ്റ് പല ആളുകളും അതിന് താല്പര്യമുണ്ടായിരുന്നവരുണ്ട്, ഇനി യോഗ്യതയുണ്ടായിരുന്നവരുണ്ട്. പക്ഷേ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള വലിയ നിലപാടാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാൻ ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് എന്റെ നേതൃത്വത്തിനറിയാം, KPCC നേതൃത്വത്തിനറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. അപ്പൊ ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എന്റെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. അല്ല, ഇപ്പൊ ദീപ്തി അതില്ല എന്ന് പറയുകയാണെങ്കിൽ ഉമാ തോമസിനല്ല വോട്ട് ചെയ്തെന്ന് തെളിയിക്കുന്ന ഈ VVPAT വാട്സാപ്പിൽ അയച്ച തെളിവുകൾ പുറത്തുവിടാന്ന് പറയുകയാണ്. എന്നാ പുറത്തുവിട് എന്ന് ദീപ്തി പറയോ? ഞാൻ പറയുന്നത് എന്റെ 34 വർഷത്തെ എന്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലാണോ ഇത് തെളിയിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലാണോ തെളിയിക്കേണ്ടത്? ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാള് എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് മാറ്റി പറയുന്ന ഒരാളുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മറുപടി പറയും. ഞാൻ കൃത്യമായി മറുപടി പറയും. എപ്പോഴാണ് എന്റെ നേതൃത്വവുമായി ആലോചിച്ച് ഇത്തരത്തിലുള്ള ആരോപണവുമായി മുമ്പോട്ട് പോകുമ്പോൾ എന്നെ വ്യക്തിപരമായി മാത്രമല്ല അത് ബാധിക്കുന്നത്, എന്റെ പ്രസ്ഥാനത്തെയും കൂടിയാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പ്രസ്ഥാനത്തെ കൂടിയാണ്, ദീപ്തി എന്ന വ്യക്തിയല്ല. ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത ഒരാൾ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നേതൃത്വവുമായി ആലോചിച്ച് അതിന്റെ ആവശ്യമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതിന് മറുപടി പറയും.
പറയുന്നതായിരിക്കും. ഞാനെത്താം. ഇപ്പോൾ ഞാനത് പറയാത്തതിന്റെ കാരണം എനിക്കതിന് എന്റെ നേതൃത്വമായി ആലോചിക്കാനുള്ള ഒരു സമയം വേണം, അതുകൊണ്ടാണ്.